ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളിയുടെ ഇഷ്ടവിഭവമായ കൊതിയൂറും മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. തനി നാടൻ മാങ്ങ അച്ചാർ ഈസിയായും ടേസ്റ്റിയായും എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. കൊച്ചു കൊച്ചു പൊടിക്കൈകളൊക്കെ ചേർത്ത് വളരെ ടേസ്റ്റിയായും വ്യത്യസ്തമായും പല രീതിയിൽ നമ്മൾ മാങ്ങ അച്ചാർ തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഇന്ന് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയായി വളരെ പെട്ടെന്ന് നമുക്കൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് നല്ല പച്ച മാങ്ങ എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ച് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിയുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കല്ലുപ്പ് ചേർത്താൽ കൂടുതൽ നന്നായിരിക്കും. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വയ്ക്കുന്നു. അപ്പോൾ ഇത് ഞാൻ രാത്രി ചെയ്യുന്നത് കൊണ്ട് ഓവർനൈറ്റ് വയ്ക്കുന്നു. ഇല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ അടച്ചു വെച്ചാലും മതിയാകും. ഇതിപ്പോൾ അടുത്ത ദിവസം തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നോക്കൂ, അതിൽ ഉപ്പെല്ലാം അലിഞ്ഞ് വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് മാങ്ങ ഇരിക്കുന്നത്. ഇനി അതിലേക്ക് മുളക് പൊടി ചേർക്കാം. പച്ച മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് എരിക്ക് ആവശ്യമായ മുളക് പൊടി, കായം, ഉലുവ എന്നിവ കൂടി ചേർക്കാം. ഉലുവ ചേർക്കുന്നത് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ 3 പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു താളിപ്പിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അതിനായി ചൂടായ പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്നവരേക്കും നമുക്ക് പച്ചമുളകിടാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് ഓഫ് ചെയ്താൽ മതിയാകും. അതിലേക്ക് കായപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, അതോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടി കൂടി ചേർക്കാം. എണ്ണയുടെ ചൂടിൽ തന്നെ പൊടികളൊന്ന് മൂത്ത് കിട്ടും. ഇനി ഈ വറവൽ നമ്മുടെ മാങ്ങ അച്ചാറിലേക്ക് ഒഴിക്കുകയേ വേണ്ടൂ. ചൂടോടെ തന്നെ ഒഴിക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. സൂപ്പർ ടേസ്റ്റി ആൻഡ് ക്രിസ്പി മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ മാങ്ങ അച്ചാർ ഇൻസ്റ്റൻ്റായിട്ടും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കാം. അതായത് ഉപ്പിട്ട് ഓവർനൈറ്റോ ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയാലും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ മാങ്ങാക്കാലത്ത്, ഈ വെക്കേഷൻ കാലത്ത് നിങ്ങളും ഇതുപോലെ മാങ്ങ അച്ചാറിട്ട് വെച്ചോളൂ. ഭരണി എപ്പോഴും കാലിയായെന്ന് ചോദിച്ചാൽ മതി. കുഞ്ഞുങ്ങൾ വാരിക്കോരി കഴിച്ചോളും. അവർ ചോറിന് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിനും എപ്പോൾ കിട്ടിയാലും കോരി കഴിക്കാൻ ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ ഈ അച്ചാർ നമുക്കൊരു ചില്ല് ഭരണിയിലിട്ട് സൂക്ഷിക്കാം. അച്ചാറൊക്കെ എപ്പോഴും ചില്ല് ഭരണി അല്ലെങ്കിൽ മൺഭരണിയിൽ വേണം സൂക്ഷിക്കാൻ. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഇടാതിരിക്കുന്നതാവും നല്ലത്. നോക്കൂ, അച്ചാർ കാണുമ്പോൾ തന്നെ കൊതി തോന്നുന്നില്ലേ? അത്ര കളർഫുള്ളാണ്. കൂടാതെ അത് വേവിച്ചിട്ടുള്ള ക്രിസ്പി കൂടിയാണ്. ഈ വീഡിയോ വെക്കേഷൻ ആസ്വദിക്കുന്ന സ്കൂൾ കുഞ്ഞുങ്ങൾക്കായി സമർപ്പിക്കുന്നു. അവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കൂ, ഇഷ്ടമാവും. താങ്ക് യു all for watching. Stay blessed. See you.